ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സ്ട്രെയിറ്റ് ഹോർമോസ് എന്നതിനെ പറ്റിയിട്ടുള്ളതാണ്. സ്ട്രെയിറ്റ് ഹോർമോസ് നമ്മളിപ്പോൾ പത്രത്തിലൊക്കെ കാണാറുണ്ടല്ലേ. അതായത് ഈ ഇറാനും ഇസ്രായേലും US തമ്മിലുള്ള ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഇറാൻ പറയുന്നത് സ്ട്രെയിറ്റ് ഹോർമോസ് ഞങ്ങൾ അടയ്ക്കുകയാണ്, ഇനി ഇതുവഴിയുള്ള സഞ്ചാരമൊന്നും നടക്കാൻ പോകുന്നില്ല, ഇനി അഥവാ നിങ്ങൾ കപ്പലും കൊണ്ടൊക്കെ വരികയാണെങ്കിൽ ഞങ്ങളതിനെ നശിപ്പിക്കും എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. നമ്മുടെ വേൾഡ് എക്കോണമിയിൽ തന്നെ ഒരു സിഗ്നിഫിക്കൻ്റ് ഇമ്പാക്റ്റ് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ സ്ട്രെയിറ്റ് ഹോർമൂസിനെ അടച്ചിടുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അതായത് അത്രയും സിഗ്നിഫിക്കൻസ് ആണ് ഈ സ്ട്രെയിറ്റ് ഹോർമൂസിലൂടെയുള്ള സഞ്ചാരം സുഖമായിട്ട് നടക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആ സ്ട്രെയിറ്റ് ഹോർമൂസിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. വീഡിയോ 1 മിനിറ്റ് പോലും ആയിട്ടില്ല, പക്ഷെ ഞാൻ 1000 തവണ സ്ട്രെയിറ്റ് ഹോർമൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വാട്ട് ഈസ് എ സ്ട്രെയിറ്റ്. എന്താണ് സ്ട്രെയിറ്റ് എന്ന് വെച്ചാൽ? അത് ജസ്റ്റ് ഒരു നെയിം അല്ല, ഇറ്റ്സ് എ ജോഗ്രഫിക്കൽ ടേം. അതൊരു ജോഗ്രഫിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു വാക്കാണ് സ്ട്രെയിറ്റ് എന്ന് വെച്ചാൽ. സ്ട്രെയിറ്റ് ഈസ് എ നാരോ സ്ട്രെച്ച് ഓഫ് വാട്ടർ ബോഡി ദറ്റ് കണക്ട്സ് ടു ലാർജർ വാട്ടർ ബോഡീസ്. ഒരു വളരെ ഇടുങ്ങിയ ജലപാതയാണ് സ്ട്രെയിറ്റ് എന്ന് വെച്ചാൽ. അത് ഈ ഇടുങ്ങിയ ജലപാത എന്തിനെ കണക്ട് ചെയ്യുന്നേ? 2 വലിയ ജലാശയങ്ങളെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 2 വലിയ ജലാശയങ്ങളെ ആലോചിക്കുക, അതിനെ കണക്ട് ചെയ്യുന്ന ചെറിയ ജലാശയത്തിനെ ഒന്ന് ആലോചിക്കുക. അതിനെ നമ്മൾ എന്ന് പറയും, സ്ട്രെയിറ്റ് എന്ന് പറയും. അപ്പോൾ ഇതിങ്ങനെ ഇടുങ്ങണമെങ്കിൽ അതിൻ്റെ അപ്പുറം ഇപ്പുറം കൂടെ എന്തും കൂടെ ഉണ്ടായിരിക്കണം, 2 ലാൻഡ് മാസും കൂടെ ഉണ്ടായിരിക്കണം. ആ ലാൻഡ് മാസിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കും ഈ ചെറിയ ജലപാത പോകുന്നത്. സിമ്പിളായി മലയാളത്തിൽ പറഞ്ഞാൽ ഈ സ്ട്രെയിറ്റ് എന്ന് വെച്ചാൽ കടലിടുക്ക് എന്നാണ് അർത്ഥം. കടലിടുക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ ഒന്ന് പറയാം, എന്താണ്? 2 വലിയ ജലാശയങ്ങളെ കണക്റ്റ് ചെയ്യുന്ന ചെറിയ, വളരെ വിസ്താരം കുറഞ്ഞ ആ ചെറിയ ജലപാതയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കടലെടുക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ഹോർമൂസ് എന്ന് വെച്ചാൽ, ഹോർമൂസ് ആണ് അതിൻ്റെ പേര്. സ്ട്രെയിറ്റ് ഹോർമൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു കടലെടുക്കാണ്. അപ്പോൾ അത് അടച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പുറത്തെ ജലാശയത്തിലോട്ട് പിന്നെ പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് തന്നെയാണ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ അതായി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഹോർമൂസ് കണക്ട് ചെയ്യുന്ന വലിയ ജലാശയങ്ങൾ ഏതൊക്കെയാണ് അറിയാമോ? ഓക്കെ, അതായത് അതിൻ്റെ വെസ്റ്റ് ഭാഗത്തായിട്ട് വരുന്നത് പേർഷ്യൻ ഗൾഫും, ഈസ്റ്റ് ഭാഗത്തായിട്ട് വരുന്നത്, കിഴക്കൻ ഭാഗത്തായിട്ട് അല്ലെങ്കിൽ വലതുവശത്തായിട്ട് വരുന്നത് എന്താ? ഗൾഫ് ഓഫ് ഒമാനുമാണ്. അതായത് ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലൊക്കെ ഈ പേർഷ്യൻ ഗൾഫിലോട്ട് വന്ന് അതുവഴി ഹോർമൂസ് വഴി ഗൾഫ് ഓഫ് ഒമാനിൽ വന്നിട്ട് ഓപ്പൺ ഓഷനായ അറേബ്യൻ സീയിലോട്ട് വരെയും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുമാണ് പതിവ്. ഇപ്പോൾ എന്താണ് കണക്കുകൾ പറയുന്നത്, ഒരു ദിവസം, ഓക്കെ, ഒരു ഡേ എടുത്തു കഴിഞ്ഞാൽ 20 മില്യൺ ബാരൽസ് ഓഫ് ഓയിലാണ് ഇതുവഴി പോകുന്നതെന്നാണ് പറയുന്നത്. 20 മില്യൺ ബാരൽസ് ഓഫ് ഓയിൽ. 1 മില്യൺ എന്ന് പറയുമ്പോൾ 10 ലക്ഷം. അപ്പോൾ 20 മില്യൺ എന്ന് പറയുമ്പോൾ 20 × 10 200 ലക്ഷം ബാരൽസ് ഓഫ് ഓയിൽ ഒരു ദിവസം ഈ ഹോർമൂസിലൂടെ കടന്നു പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ അത് അടയ്ക്കുമ്പോൾ ഇതിൻ്റെ ഈ സഞ്ചാരത്തിന് അതിൻ്റേതായ വ്യത്യാസം വരും, അതിൻ്റേതായ കുറവ് വരും. ചുരുക്കി പറഞ്ഞാൽ സഞ്ചാരം തടസ്സപ്പെടും. പക്ഷേ ഇനി ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഓയിലൊന്നും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇവർ പൈപ്പ് ലൈൻ, ഇപ്പോൾ UAE-യിലാണെങ്കിലും സൗദി അറേബ്യയിലൊക്കെ ആണെങ്കിലും ഒരു പൈപ്പ് ലൈൻ വഴി ഓയിൽ എക്സ്പോർട്ട് ചെയ്യാനുള്ള വഴികളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും കണക്കുകൾ പറയുന്നത് ഒരു കുറവുണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് ഏകദേശം 8 മുതൽ 10 മില്യൺ ബാരൽസോളം ബാരൽസ് ഓഫ് ഓയിൽ കുറയും എന്നാണ്, ഈ എക്സ്പോർട്ടിൽ കുറവ് വരുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരാം. ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന നാച്ചുറൽ ഗ്യാസിൻ്റെയും ഓയിലിൻ്റെയും കണക്കെടുത്താൽ ഏകദേശം 50 മുതൽ 55% വരെ വന്നുകൊണ്ടിരുന്നത് ഈ ഹോർമൂസ് വഴിയാണ്. ഇപ്പോൾ അത് അടയ്ക്കുമ്പോൾ ഇന്ത്യയെ അത് ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഇന്ത്യ അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്, ഇന്ത്യയെ അത് ബാധിക്കും. പക്ഷേ എന്നാലും ഇന്ത്യ പറയുന്നത്, ഇന്ത്യയിൽ കരുതൽ ശേഖരമുണ്ട്, ബഫർ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ഷോക്കിനെ
കുറച്ചൊക്കെ എന്ത് ചെയ്യാം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. അതുമാത്രമല്ല നമുക്ക് ഓൾട്ടർനേറ്റീവ് സോഴ്സസ് ഉണ്ട്. നമുക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഓയിലൊക്കെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. മാത്രമല്ല ഇപ്പോൾ ന്യൂസ് വരുന്നത് മാർച്ച് 5-ന് വന്ന ന്യൂസ് പ്രകാരം ഇറാൻ പറയുന്നത് ഈ ഹോർമൂസ് അടച്ചിട്ടിരിക്കുന്നത് US-നും ഇസ്രായേലിനും യൂറോപ്യൻ കൺട്രീസിനും വേണ്ടി മാത്രമാണ്. അപ്പോൾ അതിനകത്ത് എന്ത് വരുന്നില്ല, ഇന്ത്യ വരുന്നില്ല. അപ്പോൾ മേ ബി ഇന്ത്യക്ക് അതിലൂടെ പോകാൻ പറ്റിയെന്ന് ഇരിക്കാം. സോ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് സ്ട്രെയിറ്റ് ഹോർമൂസ്, അതിനെപ്പറ്റി ഒരു ചെറിയ വിവരം തരിക എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ഹോർമൂസ് എന്താണെന്ന് നമുക്കറിയാം. സ്ട്രെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താ, രണ്ട് വലിയ ജലാശയങ്ങളെ കണക്ട് ചെയ്യുന്ന നാരോ സ്ട്രെച്ച്, ചെറിയ ജലാശയത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ട്രെയിറ്റ് അല്ലെങ്കിൽ കടലെടുക്ക് എന്ന് പറയുന്നത്. ഹോർമൂസിൻ്റെ കാര്യം എടുത്താൽ ഈ ഹോർമൂസ് കണക്ട് ചെയ്യുന്ന ആ രണ്ട് വലിയ ജലാശയങ്ങൾ ഏതൊക്കെയാ? പേർഷ്യൻ ഗൾഫും ഗൾഫ് ഓഫ് ഒമാനും. ഇനി അതിൻ്റെ മുകളിലായിട്ടുള്ള രാജ്യങ്ങളും കൂടെ നോക്കാം. മുകളിലും താഴെയായിട്ടുള്ള രാജ്യവും കൂടെ നോക്കാം. മുകളിൽ എന്താ ഉള്ളത്, ഇറാനാണുള്ളത്. താഴെ വരുമ്പോൾ UAEയും ഒമാനുമായിട്ടാണുള്ളത്. അത് മാപ്പ് നോക്കിയാൽ നമുക്ക് കാണാനായി സാധിക്കും. പിന്നീട് നമ്മൾ എന്താ പറഞ്ഞത്, അതിൻ്റെ സിഗ്നിഫിക്കൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. എന്താ സിഗ്നിഫിക്കൻസ്? ഓയിലിൻ്റെ അളവ് നമ്മൾ പറഞ്ഞു. എത്ര? 200 ലക്ഷം അല്ലെങ്കിൽ 20 മില്യൺ ബാരൽസ് ഓഫ് ഓയിൽ ഒരു ദിവസം അതുവഴി കടന്നു പോകുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പിന്നെ ഇന്ത്യയുടെ കാര്യം പറഞ്ഞു. ഇന്ത്യയിലെ ഏകദേശം 50% കൂടുതൽ ഓയിലും നാച്ചുറൽ ഗ്യാസും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിരുന്നത് ഈ ഹോർമൂസ് വഴിയിട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ആരെങ്കിലും വന്ന് എന്താ സ്ട്രെയിറ്റ് ഹോർമൂസ് എന്നൊക്കെ ചോദിച്ചാൽ കത്തിവെക്കാൻ വേണ്ടി കുറച്ച് പോയിൻറ്റ്സ് എങ്കിലും കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ദിവസം മറ്റൊരു വിഷയമായിട്ട് കാണാം. അപ്പോഴത്തേക്കും ബായ്.